സർ, നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം കേരള യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ നടന്ന പോലീസ് വിദ്യാർത്ഥി SFI സംഘർഷം. സർ, ഏതാണ്ട് 1987 ഒരു മാർക്ക് തട്ടിപ്പ് കേസുമായി കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു വിഷയമുണ്ടായിരുന്നു. സർ, ഈ സർവകലാശാലയിൽ ഇത്തരത്തിൽ മാർക്ക് തട്ടിപ്പ് കേസ് നടക്കുമ്പോൾ നമ്മുടെ ഒരു പ്രമുഖനായ കാർട്ടൂണിസ്റ്റ് ഉണ്ട്, PK മന്ത്രി എന്ന് പറഞ്ഞൊരു പഴയ കാർട്ടൂണിസ്റ്റ് ഉണ്ട്. അദ്ദേഹം മനോഹരമായ ഒരു കാർട്ടൂൺ വരച്ചിരുന്നു. അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫീസിന് മുന്നിലാണ് കുമാരനാശാന്റെ പ്രതിമയുള്ളത്. അപ്പോ ഈ കുമാരനാശാന്റെ ചിത്രം വരച്ചുകൊണ്ട് മന്ത്രി എന്ന കാർട്ടൂണിസ്റ്റ് പറഞ്ഞത്, എന്നെ ഈ വളരെ നാറ്റം വെച്ച കേരള യൂണിവേഴ്സിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് ആ പാളയം മാർക്കറ്റിലോട്ടൊന്ന് മാറ്റിത്തരാമോ എന്ന രീതിയിലാണ് PK മന്ത്രി വളരെ 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 ദ്വയാർത്ഥത്തോടെയാണ് കാർട്ടൂണിസ്റ്റ് വരച്ചിരിക്കുന്നത്. സാർ, അപ്പൊ ഇന്നലെ അവിടെ നടന്ന സംഭവം, ഇപ്പോൾ നടക്കുന്ന കസേരകളി ഒക്കെ തന്നെ ഒരു തനി നാറ്റം വെച്ച സംഭവമല്ലേ? ഒന്ന് പറയാമോ സാർ? യേശുദാസ് എന്നെ ആ പഴയകാലം ഓർമ്മിപ്പിച്ചത് നന്നായി. പഴയകാലം നമ്മളെ കാർട്ടൂണിസ്റ്റ് PK മന്ത്രിയെ കുറിച്ച് ഓർക്കാനൊക്കെ കഴിഞ്ഞത് വലിയ കാര്യമായി. അദ്ദേഹം പന്തളത്തിനടുത്ത് കുളനട സ്വദേശിയാണ്. പന്തളത്തെ ഒരു UP സ്കൂളിലെ അധ്യാപകനായിരുന്നു. UP സ്കൂളിലെ അധ്യാപകനും ചിത്രരചന അധ്യാപകനും കൂടെ ആയിരുന്നു ശ്രീ PK മന്ത്രി. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു കേട്ടോ, ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തിന് കാർട്ടൂൺ വരച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് ജയിൽവാസം ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പോലീസിന്റെ പീഡനമൊക്കെ അനുഭവിച്ച ഒരാളാണ് അദ്ദേഹം. അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളാണ് PK മന്ത്രി. അദ്ദേഹം ഒരു വാരികയ്ക്ക് വരച്ച കാർട്ടൂണാണത്. കേരള സർവകലാശാല നമ്മുടെ ഇന്ത്യയിലെ നമ്പർ 1 സർവകലാശാല, 1ാം നമ്പറിൽ പെടുത്താവുന്ന സർവകലാശാല, ആദ്യത്തെ 10 എടുക്കുകയാണെങ്കിൽ അതിലൊന്നായിട്ട് വന്നിട്ടുള്ളതായിരുന്നു കേരള സർവകലാശാല. ആ സർവകലാശാലയില് മാർക്ക് തിരുത്തലും വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കലും തുടങ്ങിയ ആരോപണങ്ങൾ ശരിക്കും അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പിടിച്ചു കുലുക്കിയ സംഭവങ്ങളാണ്. കുറെ ആളുകൾ അതിനകത്ത് പെട്ടിരുന്നു. രാഷ്ട്രീയ നേതാക്കന്മാരും ഉണ്ടായിരുന്നു കേട്ടോ. 1-2 രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരുകളും ആ സമയത്ത് അവിടെ ചർച്ച ചെയ്ത് വന്നിരുന്നു. അതിനകത്ത് പത്ര സംബന്ധമായ വാർത്തകളും 1-2 ഇത് മാർക്ക് ലിസ്റ്റ് എടുത്തുകൊണ്ട് ഓടി എന്നൊക്കെ പറയുന്ന 1-2 പത്ര മുതലാളിമാര്, ലേഖകൻ കൂടിയാണ് അവരൊക്കെ കേസ് സാക്ഷികളും ഒക്കെ ആയിട്ട് മാറുകയൊക്കെ ചെയ്തൊരു കേസാണത്. അപ്പൊ അങ്ങനെ സർവകലാശാല കുത്തഴിഞ്ഞതിന്റെ എല്ലാ തരത്തിലുമുള്ള മെറിറ്റിനെയും അത് ബാധിച്ച് നമ്മള് മുമ്പേ അയ്യപ്പ സൂചിപ്പിച്ചതുപോലെ ചീഞ്ഞളിയുക എന്നൊക്കെ പറയത്തില്ല, അത്രയേറെ ദുർഗന്ധവും നാറ്റവുമാണ് തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഓരോരോ ദിവസം വരുന്ന വാർത്തകളും അത്തരത്തിലായിരുന്നു. അങ്ങനെ നിൽക്കുന്ന അവസരത്തില് ഈ ഇതിന് പത്രവാർത്തകളൊക്കെ വരുന്നുണ്ട് ആ സമയത്ത്. അപ്പൊ ഇതിനെ ഒരു കാർട്ടൂണായിട്ടാണ് ശ്രീ PK മന്ത്രി വരച്ചത്. ആ ഒരു വാരികയ്ക്കകത്താണെന്ന് തോന്നുന്നു, വാരികയിലാണോ അതോ പത്രത്തിലാണോ എന്നുള്ളത് വാരികയിലാണെന്ന് എന്റെ ഒരു ഓർമ്മ. മഹാകവി കുമാരനാശാന്റെ മാറ്റുവിൻ ചട്ടങ്ങളെ ഉദ്ഘോഷിച്ച മഹാകവി കുമാരനാശാന്റെ ഒരു കൈ പുസ്തകവും വലത്ത് കൈ അദ്ദേഹം അങ്ങനെ കിഴക്കോട്ട് ചൂണ്ടിയാണ്, പാളയം പള്ളി ഭാഗത്തേക്ക് ചൂണ്ടിയാണ് നിൽക്കുന്നത്. ഇപ്പൊ ട്രാഫിക് സംവിധാനത്തിന് വേണ്ടിയിട്ടാണ്, അവിടെ പ്രതിമ ചുറ്റിയാണല്ലോ വാഹനങ്ങൾ അങ്ങോട്ടും പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. ആ പ്രതിമ കിഴക്കോട്ട് കൈ ചൂണ്ടി നിൽക്കുന്നു. എന്നിട്ട് ഈ പ്രതിമ വരച്ച ശേഷം അതിന്റെ താഴെ മന്ത്രി എഴുതുകയാണ്. മന്ത്രിയുടെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു: എന്നെ ഇതിലും ഭേദം ആ പാളയം ചന്തയിലേക്ക് അങ്ങ് മാറ്റുക. എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ. ഈ നാറ്റം, അസഹ്യമായ ഗന്ധം, അസഹ്യമായ നാറ്റം സഹിച്ച് എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ. ഇതിലും കഷ്ടമാണെങ്കിൽ പോലും ഞാൻ പാളയം മാർക്കറ്റിൽ പോയി നിന്നോളാം, എന്നെ അങ്ങോട്ട് മാറ്റും എന്ന് പറഞ്ഞില്ല. 1000 വാക്കുകളേക്കാൾ 1000 10,000 വാക്കുകളേക്കാൾ ശേഷിയുള്ള ഒരു കാർട്ടൂൺ ആയിരുന്നു, ഒരു ചിത്രമായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ആരും പഠിച്ചില്ല. പിന്നെ തുടരന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു. പിന്നീട് ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അത് തീർന്നത്, അത് മാറ്റിയെടുക്കുന്നതിനായിട്ട്, അതിന്റെ ആ വന്ന കേടുപാടുകൾ മാറ്റിയെടുക്കുന്നതിനായിട്ട് സർവകലാശാലയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. ഇന്നലെ അവിടെ വീണ്ടും അരങ്ങേറിയ ഈ നാടകങ്ങൾ കണ്ടപ്പോൾ ഈ പ്രൗഢമായ നമ്മുടെ കേരളത്തിന് മുമ്പ് 1937 വന്നതാണ് കേട്ടോ, തിരുവിതാംകൂർ സർവകലാശാല എന്നും പറഞ്ഞ് മഹാരാജാവ് സ്ഥാപിച്ചതാണിത്. അങ്ങനെയുള്ള ഈ പറയുന്ന പാരമ്പര്യമുള്ള ഈ സർവകലാശാലയിലെ ഇന്നലെ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ എന്നൊക്കെ തന്നെ പറയാം. പേക്കൂത്തുകളാണല്ലോ അവിടെ നടന്നത്. എന്തൊക്കെയാണ് നമ്മൾ അവിടെ കണ്ടത്? അതിന്റെ ഏറ്റവും അധിപനായ വൈസ് ചാൻസലറുടെ മുറിയിലേക്ക് ഇരച്ച് കയറുക, അതിന്റെ ഗ്രില്ലും ഗേറ്റും ഒക്കെ തകർത്ത് അതിനകത്തേക്ക് കയറാൻ ശ്രമിക്കുക, ജീവനക്കാരെ അക്ഷരാർത്ഥത്തിൽ ബന്ദികളാക്കുകയാണ്.
അതിനകത്ത് പല സംഘടനകളിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്. അല്ലെങ്കിൽ തന്നെ അവർ ജോലി ചെയ്ത് ജീവിക്കാൻ വരുന്ന ആളുകളാണ്. അവരെ ബന്ദികളാക്കുക, ഏതാണ്ട് 1-2 മണിക്കൂർ നേരം അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയുന്ന വിശേഷിപ്പിക്കാവുന്ന കാര്യങ്ങളാണ് അവിടെ നടന്നത്. പോലീസ് നിഷ്ക്രിയത്വം നമ്മൾ കണ്ടല്ലോ. നമ്മുടെ പോലീസ് സേനയ്ക്ക് ഇത്രയേറെ അച്ചടക്കം ഉണ്ടെന്ന് നമ്മൾ ഇന്നലെയാണ് മനസ്സിലാക്കിയത്. എന്ത് അക്രമ സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാലും കൈയും കെട്ടി നിന്നുകളയും എന്നുള്ളത് ഇന്നലെയാണ് അത് മനസ്സിലാക്കിയത്. പോലീസ് എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിന്റെ ഒരു പര്യായമാണെന്നാണ് പോലീസിന്റെ വാക്കുകൾക്കകത്ത് പറയുന്ന ഒരു കാര്യമാണല്ലോ അത്. POLICE. ഇത്രയേറെ അച്ചടക്കം നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നുള്ളത് നമ്മൾ ഇന്നലെയാണ് കണ്ടത്. ടെലിവിഷൻ ചാനലിൽ കൂടെ നമ്മൾ ഇന്നലെയാണ് ആ കാഴ്ചകളൊക്കെ കണ്ടത്. ഇപ്പൊ എനിക്ക് മുമ്പേ പറഞ്ഞതുപോലെ കുമാരനാശാൻ പാളയത്തേക്ക് മാറ്റുകയാണെന്ന് അന്ന് പറഞ്ഞത് ഓർത്തെടുത്തപ്പോഴേ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഒരു പക്ഷെങ്കിൽ ആശാൻ മന്ത്രി ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ മന്ത്രി അങ്ങനെ എഴുതിയേനെ. ആശാൻ പറയുന്നത് എനിക്ക് പാളയത്ത് പോരാ, എന്നെ ആ സർസിപിയുടെ നാട്ടിലേക്ക് അങ്ങ് മാറ്റിയേക്കാനായിരിക്കും ചിലപ്പോ പ്രതിമ പറയുന്നതാണ്. സർസിപിയുടെ നാട്, എന്നെ അങ്ങ് ചെന്നൈയിലേക്ക് വേണമെങ്കിൽ, ഇവിടുന്ന് കേരളത്തിൽ നിന്ന് അങ്ങ് ആര്യങ്കാവ് ചുരം കടത്തി വിടന്നെ, എന്നെ അങ്ങ് ചെന്നൈയിലേക്ക് മാറ്റിയാലും വേണ്ടുകില്ല എന്നുള്ളതായിരിക്കാം ആ പ്രതിമ നിശബ്ദമായി പറയുന്നതെന്ന് ഒരു പക്ഷെങ്കിൽ മന്ത്രിയെയോ അല്ലെങ്കിൽ അങ്ങനെ ആരെയും ജീവിച്ചിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും അവരത് വരച്ചേനെ. ചെന്നൈയിലേക്ക് വിടാന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാല് സർസിപി ആണല്ലോ ഈ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ അദ്ദേഹം തന്നെയായിരുന്നു. വളരെ പണ്ഡിതനായ തമിഴ്നാട്ടുകാരനായ സർസിപി എല്ലാ തരത്തിലും നിയമജ്ഞനാണ്, പണ്ഡിതനാണ്, വലിയ കാഴ്ചപ്പാട്, വലിയ വിഷൻ ഉള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. ചിത്തിര തിരുനാൾ മഹാരാജാവ്, ഇതിന്റെ ആദ്യത്തെ ചാൻസലർ എന്ന് പറയുന്നത് ചിത്തിര തിരുനാൾ മഹാരാജാവാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് ദിവാനായിരുന്നു സർസിപി രാമസ്വാമി അയ്യർ എന്ന് പറയുന്നത്. അവരാണ് ഈ സർവകലാശാല കൊണ്ടുവന്നത്. 1937 ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹം ഉണ്ട്, സർസിപി ഉണ്ട്. അന്ന് ചിത്തിര തിരുനാൾ ഇതിനെ കുറിച്ചാണ് ആലോചനകളും മറ്റും നടക്കുന്ന കാലത്ത് സർസിപി ഉണ്ടെന്ന്. ഇത് ദിവാൻ പട്ടത്തിലേക്ക് വന്നിട്ടില്ല. ചിത്തിര തിരുനാളിനെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന നിർദ്ദേശിച്ചതും സർസിപി ആയിരുന്നു. അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. പിന്നീട് അദ്ദേഹം ദിവാനായിട്ട് വന്നിട്ട് നമ്മൾ പറഞ്ഞില്ലേ, തിരുവിതാംകൂർ ആദ്യത്തെ സർവകലാശാല ഇവിടെ സ്ഥാപിച്ചു. അന്ന് ആൽബർട്ട് ഐൻസ്റ്റീനെ എന്നാലോചിച്ച് നോക്കുക, ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവും നോബൽ സമ്മാന ജേതാവുമായ ജർമ്മൻകാരനായ ആൽബർട്ട് ഐൻസ്റ്റീനെ ഇതിന്റെ VC കൊണ്ടുവരണം. അതിനെക്കുറിച്ചായിരുന്നു അന്നത്തെ ആലോചന. സർസിപിയുടെ ആലോചനയാണ് ആൽബർട്ട് ഐൻസ്റ്റീനെ നമുക്ക് ഇതിന്റെ ആദ്യത്തെ വൈസ് ചാൻസലർ ആക്കിയാലോ. നമുക്ക് ആ കസേരയുടെയൊക്കെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, വൈസ് ചാൻസലർമാരിരുന്ന കസേരയുടെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കിയ യുവദാസ്. അങ്ങനെ വരെ ആലോചനകൾ ഉണ്ടതാണ്. പക്ഷേ അത് പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. പിന്നീട് ഇദ്ദേഹമാണ് ആദ്യത്തെ വൈസ് ചാൻസലറായിട്ട് കുറെ കാലം അവിടെ ഇരുന്നത്. കേരളത്തിന്റെ ശില്പി. ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അതിനെ നമുക്ക് മറ്റൊരു ഇതിലേക്ക് ചർച്ച ചെയ്യാം. വന്നു കഴിഞ്ഞാൽ എല്ലാം കേരളത്തിന്റെ അടിസ്ഥാന വികസനത്തിന് എല്ലാം അടിത്തറ പാകിയ ഒരാളാണ് അദ്ദേഹം, സർസിപി എന്ന് പറയുന്നത്. എന്തെല്ലാം ഇന്ത്യൻ അലൂമിനിയം, പെരുമ്പാവൂരിലെ റയോൺസ്, പിന്നെ ടൈറ്റാനിയം, അങ്ങനെ വ്യവസായങ്ങളുടെ ഒരു ശൃംഖല തന്നെ അദ്ദേഹം സൃഷ്ടിച്ചു കളഞ്ഞു കേരളത്തിലെ ഉടനീളം. പ്രത്യേകിച്ചത് കൊച്ചി കേന്ദ്രീകരിച്ചിട്ടാണ്. അതിനകത്തും അദ്ദേഹം ബുദ്ധി പ്രയോഗിച്ചെന്നാണ് പറയുന്നത്. വിഷവായു ഒന്നും തിരുവിതാംകൂറിലെ രാജാക്കന്മാർ ശ്വസിക്കേണ്ട, കൊച്ചിക്കാർക്ക്, അന്ന് അങ്കമാലി വരെ കേരളത്തിന്റെ ഇതിന്റെ അതിർത്തി ഉണ്ടല്ലോ തിരുവിതാംകൂറിന്റെ. അപ്പൊ അതുകൊണ്ട് വിഷവായു വരുന്ന വസ്തുക്കളൊക്കെ അങ്ങ് പൊക്കോട്ടെ എന്ന് കരുതിയിട്ട് അവിടെ ബുദ്ധിപരമായിട്ട് അവിടെ കൊണ്ട് സ്ഥാപിച്ചാണെന്നും പറയുന്ന ദോഷൈക ട്രിക്കുകളും ഉണ്ട് ഇതിനകത്ത്. എന്തായാലും കൊല്ലം കേരളത്തിന്റെ വ്യവസായ വികസനത്തിന് കുതിപ്പിന് അടിസ്ഥാനം ഇട്ടയാളാണ് ശ്രീ സർസിപി രാമസ്വാമി അയ്യങ്കാർ. അതേപോലെ തന്നെയാണ് നമ്മുടെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. അതും അദ്ദേഹത്തിന്റെ ഭാവനയായിരുന്നു, അദ്ദേഹത്തിന്റെ ആശയമായിരുന്നു. അദ്ദേഹം അതാണ് നടപ്പാക്കിയത്. ഇന്നും ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ടല്ലോ, ആ പദ്ധതി നിൽക്കുന്നുണ്ട്. പിന്നിപ്പോ നമ്മൾ തർക്കം പറയുന്നുണ്ട് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ ഇടുക്കി ജില്ലയിൽ നിൽക്കുന്ന ഡാമിന്റെ, നമ്മുടെ ഒരു പറഞ്ഞില്ല 50 വർഷത്തേക്ക് വേണ്ടിയിട്ട് ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ ജോൺ പെന്നിക്വിക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ സ്ഥാപിച്ച ആ ഡാം 125 വർഷവും കഴിഞ്ഞു. സിമെന്റോ കമ്പിയോ ഉപയോഗിക്കാൻ നിർമ്മിച്ച ഒരു ഡാമാണത്. ഏത് സമയത്തും അപകടാവസ്ഥയിൽ വരാവുന്ന ഡാമാണ്. അമേരിക്കയുടെ സാറ്റലൈറ്റുകളാണ് കണ്ടുപിടിച്ചത്. 75 തന്നെ അവർ പറഞ്ഞു ഇതിന് കേടുണ്ട്, ഇതിന്റെ അടിത്തട്ട് ദുർബലമാണെന്ന് പറഞ്ഞതാണ്. പക്ഷെ അവിടെ നിൽക്കുന്നുണ്ട്. അതിന് താഴെ താമസിക്കുന്ന 1 ലക്ഷം മനുഷ്യര് സുരക്ഷിതരായിട്ട് ഇന്നും അവിടെ കഴിയുന്നുണ്ട്. പക്ഷെ വെള്ളത്തിന്റെ ലെവൽ 136 അടിയാകുമ്പോൾ ഇപ്പോഴും വലിയ ബഹളം തുടങ്ങും. മുല്ലപ്പെരിയാർ 136 അടിയായി, പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. തമിഴ്നാട് ഒരിക്കലും സമ്മതിക്കത്തില്ല. കാരണം നമ്മളെ തുച്ഛമായ പൈസയ്ക്ക് അന്ന് തമിഴ്നാടിനുമായിട്ട് പട്ടക്കരാറാണ്. 999 വർഷത്തേക്ക് കരാറുണ്ടാക്കി വെച്ചിരിക്കുന്ന ഡാമാണ്.
ഈ കരാർ റദ്ദാക്കണമെന്ന് ആലോചിച്ച് നോക്കണം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ബ്രിട്ടീഷ് വൈസ്രായോട് ആവശ്യപ്പെട്ട ആളാണ് നമ്മുടെ സർ CP. അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ഇതിന്റെ അപകടം അറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ. ചെറിയ പൈസ മേടിച്ചുകൊണ്ട് തമിഴ്നാടിന് വെള്ളം കൊടുക്കണ്ട, റദ്ദാക്കിക്കൊണ്ട് ഒന്നുകിൽ തുക കൂട്ടുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓപ്ഷൻ വേണമെന്നുള്ളത്. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹത്തിന് ദിവാൻ സ്ഥാനം നഷ്ടപ്പെട്ടു. അത് മറ്റൊരു ചരിത്രമാണ്. നമ്മൾ പറഞ്ഞതുപോലെ നെഗറ്റീവ്സ് ഉണ്ട്, ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പുന്നപ്പറ വയലാർ സമരമാണ്. ആ സമരത്തെ അദ്ദേഹം നേരിട്ടതാണ്. ഒരുപാട് രക്തസാക്ഷികൾ പുന്നപ്പറയിലും വയലാറിലാണ് ഏറ്റവും കൂടുതൽ വെടിയേറ്റ് വീണത് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ പോലീസിന്റെ വെടിയേറ്റ് വീണിട്ടുണ്ട്. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് വഴിദോഷങ്ങൾ. ശരിയായിരുന്നു, അദ്ദേഹമായിരുന്നു അത് നിയന്ത്രിച്ചിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുക, അത്തരം ചില കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അന്നത്തെ ഭരണാധികാരിയുടെ ചുമതല എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി ശ്രമിച്ചതിന്റെ പേരിൽ ഇദ്ദേഹത്തെ രാജ്യദ്രോഹിയാണ്, ഇയാളെ ഇവിടെ വെച്ചേക്കരുത്, ഇയാളെ ഇവിടുന്ന് മദ്രാസിലേക്ക്, ഇയാളെ ജന്മസ്ഥലത്തേക്ക് നാട് കടത്തണമെന്നൊക്കെ പറഞ്ഞാണ് അന്ന് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി. അതിന്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തെ അന്ന് ഇപ്പോഴത്തെ ആകാശവാണിയുടെ ഹാളിൽ, അതിന്റെ ഇപ്പുറത്തെ ഹാളിലോ മറ്റോ നടന്നൊരു മീറ്റിംഗിൽ വെച്ചാണെന്ന് തോന്നുന്നു, അമ്പലപ്പുഴക്കാരൻ KCS മണി എന്ന് പറയുന്ന ഒരാളാണ് രാത്രിയിൽ അവർ ലൈറ്റ് ഓഫ് ചെയ്ത് കൊടുത്തു. ഈ കച്ചേരി കേട്ടുകൊണ്ടിരുന്ന സർ CP വെട്ടുന്നു. വെട്ടിയപ്പോൾ അദ്ദേഹത്തിന് കഴുത്തിന് നേരെ വെട്ടിയ വെട്ടാണ്. പക്ഷെ ഇദ്ദേഹത്തിന് നീണ്ട മൂക്കാണ് ഇദ്ദേഹത്തിന്റെ. വളരെ ബുദ്ധിമാന്മാരുടെ ലക്ഷണമാണെന്നാണ് പറയുന്നത്. എന്തായാലും മൂക്കിന് ആ ഭാഗത്താണ് വെട്ടുകൊണ്ടത്. എന്തായാലും അദ്ദേഹം രക്ഷപ്പെട്ടു, മരിച്ചില്ല. അദ്ദേഹം തമിഴ്നാട്ടിലേക്ക്, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്തേക്ക് ഇവിടുന്ന് സ്ഥലം വിടുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഇവിടുന്ന് പോവുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി അതും മരണവും അതുപോലെ തന്നെയായിരുന്നു. ഇംഗ്ലണ്ടിൽ പോയി കുറെ കാലം അദ്ദേഹം ജീവിച്ചു. പക്ഷെ മരണവും വളരെ പെട്ടെന്നായിരുന്നു. ഇതുപോലെ ഒരു ചാനൽ ഇന്റർവ്യൂ, ചാനലല്ല, ഒരു പത്രലേഖകന്റെ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് എന്തോ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. കുഴഞ്ഞ കസേര വീണ് മരിച്ചു. അങ്ങനെയാണ് സർ CPയുടെ അന്ത്യം ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പ്രതിമ പറയുന്നത്, എന്നെ എന്തിനാണ് ഇങ്ങനെ കാണിച്ചത്, എന്നെ എന്തിനാണ് നിങ്ങൾ ഈ അപമാനം സഹിക്കുന്നതിന് വേണ്ടിയാണോ സർ CP നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവച്ചത് എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ ഈ പ്രതിമയുടെ സൂചന എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ മന്ത്രിയോ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷെങ്കിൽ അങ്ങനെയും വല്ലതും വരച്ചേനെ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഭാവനയുള്ള ആളുകൾ എന്തെങ്കിലും ചെയ്തേനെയോ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ സർവകലാശാലയിൽ കണ്ട ഏറ്റവും വലിയ സമരം എന്ന് പറയുന്നത് ഡോക്ടർ ജോൺ വർഗീസ് വിളനിലം എന്ന് പറയുന്ന ഒരു വൈസ് ചാൻസലർ ഉണ്ടായിരുന്നു, ഡോക്ടർ JV വിളനിലം. അദ്ദേഹം അമേരിക്കയിലായിരുന്നു. ഇവിടെ കോട്ടയത്ത് MRF റബ്ബർ ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷം അദ്ദേഹം വിദേശത്ത് പോയി, അമേരിക്കയിൽ പോയി മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, ഇതിനകത്തിൽ അദ്ദേഹം യോഗ്യതയൊക്കെ നേടിയ ആളാണ്. ഇത് അമേരിക്കയിലെ ഇതിന് ശേഷം അദ്ദേഹം തിരിച്ചു വരുന്നത് കേരളത്തിൽ വൈസ് ചാൻസലറായിട്ടാണ്. ചെങ്ങന്നൂർ സ്വദേശിയാണ് അദ്ദേഹം കേരള സർവകലാശാല വൈസ് ചാൻസലറായിട്ട് വന്നു. അന്നത്തെ വിവാദം വഴക്കെന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ യോഗ്യതയ്ക്കകത്ത് ഒരു അഡീഷണൽ ഡിപ്ലോമയോ ഡിഗ്രി സർട്ടിഫിക്കറ്റോ മറ്റോ ചേർത്തിരുന്നു. ശിവൻകുട്ടി എന്ന പാളയത്ത് CIT യൂണിയനിലും ഉണ്ട്. CIT യൂണിയന്റെ ചുമതലക്കാരനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇവിടെ നമ്മുടെ SFI ഉണ്ട്. തിരുവനന്തപുരം മേയർ, എനിക്ക് തോന്നുന്ന കൗൺസിലർ ആണെന്ന് തോന്നുന്നു. മേയർ ആയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് കാലത്ത് അദ്ദേഹം SFI യിലുണ്ട് സാർ. SFI കാരനാണ് അദ്ദേഹം. കാര്യം എന്റെ സ്കൂൾ പഠനകാലമാണ്, എന്റെ സ്കൂൾ പഠനകാലമാണ്. ഇദ്ദേഹം അന്ന് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റോ മറ്റോ ഒക്കെയാണ് സാർ. അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. സ്കൂൾ പഠനകാലമാണ്. അതാണ് കേരള സർവകലാശാല ക്യാമ്പസുകൾ, അതിന്റെ ആസ്ഥാനം കണ്ട ഏറ്റവും വലിയ സമരം അവിടെയായിരുന്നു. അവിടെയും SFI ആയിരുന്നു എന്റെ സമരത്തില്. കുറച്ച് ഉദ്യോഗസ്ഥരൊക്കെ ഇതിനകത്ത് നേതൃത്വം കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു, ഇടതുപക്ഷ ചായവുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നാണ് പറയുന്നത്. പിന്നെ BC പോസ്റ്റ് കിട്ടാതിരുന്ന ചില ആളുകളാണ് എല്ലാം കൂടെ ഇളക്കി വിട്ടതെന്നൊക്കെ പറയുന്നത്. എന്തായാലും കൊള്ളാം, ഇദ്ദേഹത്തിന്റെ ഒരു യോഗ്യത സംബന്ധിച്ചാണ് പ്രശ്നം വന്നത്. അമേരിക്കയിലെ എന്തോ ഒരു യൂണിവേഴ്സിറ്റി എന്നോ മറ്റോ അത് കൊടുത്ത ഒരു യോഗ്യത, അത് തട്ടിപ്പാണ്. അത് അങ്ങനെ ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റി അല്ല. ഇദ്ദേഹം ഇതിനകത്ത് ഈ ബിരുദം ചേർത്തു എന്നുള്ളതായിരുന്നു ഇന്നത്തെ വിഷയം. എന്തായാലും അതിന്റെ പേര് വലിയ അന്വേഷണങ്ങളൊക്കെ നടന്നു. വിളനിലത്തിന് ഒരുപാട് വ്യക്തിപരമായിട്ടും ഔദ്യോഗികമായിട്ടും ഒരുപാട് ഭീഷണികളും തർക്കങ്ങളും ബഹളങ്ങളും എത്ര വ്യവഹാരങ്ങൾ നടന്നെന്നറിയാം. കോടതിയിൽ പലതവണ കേസുകളും മറ്റേ നടന്നു. ഒരുപാട് കമ്മീഷനുകളെ നിയമിച്ചു. അവസാനം അവര് കണ്ടെത്തിയത് ഇത് സത്യത്തില് വിളനിലത്തിന് ഈ യോഗ്യത ഇവിടെ ചേർത്തില്ലെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് BC ആകാനുള്ള എല്ലാ മറ്റു യോഗ്യതകളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പറയുന്നുണ്ട്, ഇത് ഒഴിച്ചു നിർത്തിയാൽ പോലും ഒരു സർവകലാശാല BCക്ക് വേണ്ട എല്ലാ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് അദ്ദേഹം ഇത് ചേർത്തതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അതിന്റെ പേരില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. പിന്നെ ഇതിനെ രാഷ്ട്രീയമായിട്ടും കണക്ട് ചെയ്തു. സർവകലാശാലയുടെ കുറച്ച് ഭൂമി, അത് AKG സെന്ററും ഇതും തമ്മിൽ ചേർന്നാണല്ലോ നിൽക്കുന്നത്. സർവകലാശാലയുടെ ഭൂമി കുറച്ച് AKG സെന്റർ അവിടെ കയ്യേറിയതായിട്ടൊക്കെ ഒന്ന് ചില ആരോപണങ്ങളൊക്കെ കേട്ടിരുന്നു.
അപ്പൊ അതിനെതിരെ നടപടി വേണമെന്നൊക്കെ JB വിളനിലം ആവശ്യപ്പെട്ടതായിട്ടും, അപ്പൊ അതിന്റെ പേരിലാണ്. അപ്പൊ അങ്ങനെ യോഗ്യത മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഈ തെറ്റായ ചേർത്തിരിക്കുന്ന വ്യാജ യോഗ്യത മാത്രമല്ല, ഇങ്ങനെയും ഒരു രാഷ്ട്രീയ വശം കൂടെ ഒക്കെ ഉണ്ടെന്ന് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം 4 വർഷം കേരള സർവകലാശാലയുടെ VC ആയിരുന്നു. അപ്പൊ അതാണ് നമ്മൾ കണ്ട വലിയൊരു സമരം. ഒരു VC സമരം എന്ന് പറയുന്നത് അതാണ്. സർവകലാശാല അന്തരീക്ഷം പണ്ടത്തേനെ പോലെ തന്നെ വഷളായ ഒരു സന്ദർഭം അതാണ്. അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്. ഇപ്പൊ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ ഇതിന്റെ സ്ഥാനം എത്രയാണ്? നമ്മുടെ കേരള സർവകലാശാലയുടെ ഏറ്റവും മികവാർന്ന സ്ഥാനമാണ് ഇതിനുള്ളത്. വീണ്ടും അതൊക്കെ തന്നെ ഓർമ്മിപ്പിക്കുകയാണോ? അതിനൊക്കെയുള്ള ശ്രമമാണോ നടക്കുന്നത് നമുക്ക് തോന്നിപ്പോകും. എന്തായി പറയുന്ന കാവ്യവൽക്കരണവും മറ്റു കാര്യമൊക്കെ സർവകലാശാലയ്ക്ക് അകത്തിൽ കൂടാണോ നടക്കുന്നത്? അല്ലെ സർവകലാശാല രജിസ്ട്രാറിൽ കൂടാണോ? അല്ലെങ്കിൽ വൈസ് ചാൻസലറിൽ കൂടാണോ ഇതൊക്കെ നടക്കുന്നത്? ആൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചിത്രം വെക്കാനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യം അവർക്കില്ലേ? നമ്മുടെ എന്തിനാ പോലീസ് സേനയും മറ്റു കാര്യങ്ങളും ഒക്കെ? ആവശ്യമില്ലാതെ ഉദ്യോഗസ്ഥന്മാരെ, സർവകലാശാലയുടെ ഭരണാധികാരികളെ ആവശ്യമില്ലാതെ പല തട്ടുകളിലാക്കുക, അവരിൽ അറിഞ്ഞോ അറിയാതെയോ രാഷ്ട്രീയങ്ങൾ ആരോപിക്കുക, എന്നിട്ട് അതിന്റെ പരമാധികാരം എല്ലാം കൂടെ ചാൻസലറായ ഗവർണറുടെ തലയിൽ കൊണ്ടുവരിക. ഇത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട അന്തരീക്ഷത്തിലേക്ക് അക്കാദമിക് നിലവാരത്തിൽ ഇതിനെ കൊണ്ടുപോകുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ ഇരുന്ന് മറ്റൊരു കാര്യം ആലോചിക്കുകയായിരുന്നു. ഇപ്പൊ കാവ്യവൽക്കരണവും ഇതൊക്കെയാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ ഇനി ഒരു പക്ഷേ കേരള സർവകലാശാല നമ്മുടെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പ്രസംഗിക്കാൻ വിളിച്ചെന്നിരിക്കട്ടെ. എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച്, UP-യിലെ ഔദ്യോഗിക മുഖ്യമന്ത്രിയാണല്ലോ അദ്ദേഹം, മുഖ്യമന്ത്രി അയാളാണ്, അദ്ദേഹം ഒരു കാവ്യവസ്ത്രധാരിയുമാണ്. അദ്ദേഹത്തെ കേരള സർവകലാശാല ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും പ്രഭാഷണത്തിനോ വല്ലതും വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് നടക്കും? വെടിവെപ്പ് നടക്കത്തില്ലേ? ഇന്നലത്തെയൊക്കെ സാഹചര്യങ്ങൾ കണ്ടു കഴിഞ്ഞാല് കൊലപാതകം നടക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള സങ്കുചിതമായ രാഷ്ട്രീയം മാറ്റി നിർത്തി കുട്ടികൾ കുറച്ചുകൂടെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കണമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്.